പാസ്സായ എന്റെ മോനെ എങ്ങാണ്ട് ദൂരെ കണ്ട് പന്ത് കളിക്കാൻ കൊണ്ടുപോകുന്നു പറഞ്ഞു. ഉത്തരവാദിത്തമുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്ത് തന്നെ ആരെവിടെ തീരുമാനിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ശമ്പളം കിട്ടും എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് ഗവൺമെൻറ്റിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമായി. ഒരു പ്രാവശ്യം ചെന്ന് KCBയിൽ അപേക്ഷ കൊടുത്ത് പരിഹാരം കണ്ടില്ല, അല്ലെങ്കിൽ 2 പ്രാവശ്യം കണ്ടില്ല, പരിഹാരം കാണുന്നവരെ പോകണം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ മുൻകരുതലുകൾ നടത്താൻ തയ്യാറാകാത്ത എല്ലാവരുടെ പേരിലും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടിയും മേലിൽ കേരളത്തിൽ വേറെ ആരും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ലാത്ത നിലയിലുള്ള നടപടികളും സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അല്ലാണ്ട് നമ്മൾ വീഴ്ച സംഭവിച്ചു പറഞ്ഞ് ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ റിപ്പോർട്ടിൽ എന്താണോ ആർക്ക് വീഴ്ച പറ്റിയ അതിനെതിരായ നടപടിയുണ്ടാവും. ഒരു 13-കാരൻ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ചു കിടക്കുകയാണ്. വിദേശത്ത് ജോലി തേടിപ്പോയ അവൻ്റെ അമ്മ ഇനിയും മരണവിവരം അറിഞ്ഞു കാണുമോ എന്ന് പോലും അറിയില്ല. അധികൃതർ ആരാണ് ഉത്തരവാദി എന്ന അന്വേഷണത്തിലാണ്. സ്കൂൾ ഹെഡ് മാസ്റ്ററെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ജീവനെടുത്ത ഈ കെടുകാര്യസ്ഥതയ്ക്ക് ഉത്തരവാദി ഹെഡ് മാസ്റ്റർ മാത്രമാണ്. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മോടൊപ്പം അതിഥികളായി CPM വക്താവ് PM ആർഷോ, കോൺഗ്രസ് വക്താവ് ജിൻഡോ ജോൺ, RSP നേതാവ് ഉല്ലാസ് കോവൂർ, വിദ്യാഭ്യാസ പ്രവർത്തകൻ ഷാജിർ ഖാൻ എന്നിവർ. ആദ്യം ആർഷോയിലേക്ക്. ആർഷോ, ഇതൊരു പല ലെയറുകളുള്ള പല ഘടകങ്ങളുടെ ഒരു കെടുകാര്യസ്ഥതയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമാണ്. പക്ഷേ തിടുക്കത്തിൽ ഒരു ഹെഡ് മാസ്റ്ററെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് സർക്കാർ നടപടി ആരംഭിക്കുന്നത്. അതും കൃത്യമായ റിപ്പോർട്ടുകൾ കിട്ടുന്നതിന് മുമ്പ് തന്നെ. ആർക്കാണ് വീഴ്ച പറ്റിയതെന്ന് കൃത്യമായ റിപ്പോർട്ട് ഇനിയും കിട്ടിയിട്ടില്ല. KCBയുടെ റിപ്പോർട്ട് പോയിട്ടുണ്ട്. KCB ചൂണ്ടിക്കാട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഹെഡ് മാസ്റ്ററാണോ ഉത്തരവാദി? ലജിംസെ, അതിദാരുണമായ ഒരു സംഭവമാണ് കൊല്ലത്ത് സംഭവിച്ചത്. ഒരിക്കലും നടക്കരുത് എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങേയറ്റം വേദനാജനകമായ ഒരു മരണം. ഈ നാടിനാകെ അഭിമാനവും പ്രതീക്ഷയുമായി വളരേണ്ടുന്ന ഒരു കുഞ്ഞിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ കുഞ്ഞിൻ്റെ കുടുംബത്തിൻ്റെ, ഉറ്റവരുടെ, ബന്ധുക്കളുടെയൊക്കെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. അജിംസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദൗർഭാഗ്യകരമായ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവത്തിൻ്റെ കുറ്റക്കാരാര് എന്നതിനെ സംബന്ധിച്ച് പരിശോധന നടത്തുമ്പോൾ അതിനകത്ത് വിവിധ ലെയറുകളുണ്ട്. സ്വാഭാവികമായും ശക്തമായ അന്വേഷണം നടത്തി അതിൻ്റെ ഓരോ ലെയറിലും ആർക്കൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ആരുടെയൊക്കെ കെടുകാര്യസ്ഥത ഉണ്ടായിട്ടുണ്ട്, ആർക്കൊക്കെ പോരായ്മ ഉണ്ടായിട്ടുണ്ട്, ഈ മരണത്തിൻ്റെ ഉത്തരവാദികൾ ആരൊക്കെ, അവർക്കെതിരെ എല്ലാം അതിശക്തമായ നടപടി ഉണ്ടാകണം എന്നതു തന്നെയാണ് നമ്മുടെ നാട്ടിലെ മുഴുവൻ മനുഷ്യരുടേതും എന്നതുപോലെ തന്നെ എൻ്റെയും അഭിപ്രായം, എൻ്റെ പാർട്ടിയുടെയും അഭിപ്രായം. ഈ ഘട്ടത്തിൽ ഇപ്പോൾ പ്രാഥമികമായി വിദ്യാഭ്യാസ ഡയറക്ടർ നടത്തിയിട്ടുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ പ്രിൻസിപ്പൽക്കെതിരായിട്ടുള്ള നടപടി ഉണ്ടായിട്ടുള്ളത്. അത് രാവിലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിൻ്റെ വിശദാംശങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ തുടർച്ചയെക്കുറിച്ചും ഏതെല്ലാം തരത്തിൽ അതിൻ്റെ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ളതിനെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും ആ അന്വേഷണത്തിൻ്റെ തുടർച്ചയിൽ ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, ഇപ്പോൾ നേരത്തെ അജിംസ് സൂചിപ്പിച്ചതുപോലെ തന്നെ KCB ഉൾപ്പെടെയുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വലിയ വീഴ്ചയും അനാസ്ഥയും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായി ഇതിൻ്റെ വസ്തുതകൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ നമുക്കൊക്കെ ബോധ്യപ്പെടുക. അങ്ങനെ ആർക്കൊക്കെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ എതിരായിട്ടുള്ള ശക്തമായ നടപടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇനി ഒരിക്കലും സമാനമായ ഒരു അനുഭവം ഉണ്ടാകാത്ത വിധമുള്ള നടപടി തന്നെ ആയിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടത് എന്നതാണ് അഭിപ്രായം. പ്രിൻസിപ്പൽക്കെതിരായിട്ടുള്ള HMനെതിരായിട്ടുള്ള നടപടിയോടുകൂടി ഇത് അവസാനിപ്പിക്കണം എന്നുള്ളതല്ല. HMനെതിരായിട്ടുള്ള നടപടിയുടെ അർത്ഥം എന്നുള്ളത് അവർ മാത്രം ഉത്തരവാദി, അല്ലെങ്കിൽ അവരുടെ ചുമലിൽ മാത്രം ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും കൊണ്ടുപോയി വെച്ച് മറ്റു മുഴുവൻ ആളുകളും കൈ കഴുകുന്ന നില എന്നുള്ളതുമല്ല. ഏതെല്ലാം മേഖലകളിൽ ആർക്കെല്ലാം ഇതിനകത്ത് അനാസ്ഥയുണ്ട്, ആരുടെയെല്ലാം ഭാഗത്തു നിന്ന് അനാസ്ഥയുണ്ടായിട്ടുണ്ടോ, ആരുടെയെല്ലാം ഭാഗത്തു നിന്ന് കുറ്റകരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, അവർക്കെതിരെയൊക്കെ നടപടി ശക്തമായി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ശരി, ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ മുമ്പ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത്
ഒരു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചപ്പോൾ അന്ന് ആ രാത്രി തന്നെ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ആ സ്ഥലത്തെത്തി പ്രൊട്ടസ്റ്റ് ചെയ്യുകയും പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഈ തേവലക്കരയിലെ ഈ സംഭവത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ശക്തമായ പ്രതികരണമോ സർക്കാരിന് അക്കൗണ്ടബിൾ ആക്കാനുള്ള നീക്കമോ ഉത്തരവാദികളെ കണ്ടെത്താൻ ആവശ്യപ്പെടലോ ഒന്നും ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രസ്താവന വന്നിരുന്നു. മന്ത്രി ചിഞ്ചു റാണിയുടെ അനുചിതമായ പ്രവൃത്തിയെയും പരാമർശത്തെയും വിമർശനമുള്ള കെ മുരളീധരൻ്റെ ഒരു പ്രതികരണം വന്നിരുന്നു. അതിനപ്പുറം പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കാൻ തയ്യാറില്ലേ? ഇതിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു ടേക്കില്ലേ? അവർക്കൊന്നും ചൂണ്ടിക്കാട്ടാനില്ലേ? ശ്രീ അജീംസ്, ഇന്നലെ ഈ കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷം കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. പ്രതിപക്ഷ സംഘടനകളായിട്ടുള്ള യൂത്ത് കോൺഗ്രസും KSUം ഒക്കെ ഈ വിഷയത്തിൽ ശക്തമായ സമരങ്ങളുമായി ഇന്നലെ മുതൽ രംഗത്തുണ്ട്. ഇതിൽ സമരങ്ങൾ മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെയും കെ മുരളീധരൻ അടക്കമുള്ള കേരളത്തിലെ മുഴുവൻ UDF കോൺഗ്രസ് നേതാക്കന്മാരുടെയും ശക്തമായ പ്രതിഷേധവും പ്രതികരണങ്ങളും വന്നിട്ടുള്ളതുമാണ്. പിന്നെ ഇതിൽ സ്കൂൾ മാനേജ്മെൻറ്റിനും സ്കൂളിലെ അധ്യാപകർക്കും വീഴ്ച സംഭവിച്ചു എന്ന് ആർഷ പറഞ്ഞിട്ടുണ്ട്. ആർക്കൊക്കെ വീഴ്ച വന്നിട്ടുണ്ടോ അതിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന്. ഇവിടെ വൈദ്യുതി വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആ പഞ്ചായത്തിലെ പൈനാഗപ്പള്ളി പഞ്ചായത്തിൽ നിന്ന് AE കൊടുത്ത ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത കാര്യത്തിലും അന്വേഷണം നടക്കണം. ഈ അന്വേഷണം നടക്കണം, ശക്തമായ നടപടി ഉണ്ടാകണം, ഇത് ആവർത്തിക്കപ്പെടാതിരിക്കണം എന്നുള്ളത് കേരളത്തിൽ ഇത്തരത്തിൽ നടക്കുന്ന ഓരോ അപകടങ്ങളിലും, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലമ്പൂർ ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട സമയത്ത് അവിടെ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് ഒരു കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും, ഇതിനു മുമ്പ് കേരളത്തിലെ ഒരു സ്കൂളിൻ്റെ ക്ലാസ് റൂമിനകത്ത് ഒരു പെൺകുട്ടി പാമ്പ് കടിയേറ്റ് മരിക്കുന്ന സാഹചര്യത്തിലും, കോട്ടയത്ത് മെഡിക്കൽ കോളേജിൻ്റെ 3 നില കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു എന്നു പേരായ ഒരു വീട്ടമ്മ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴൊക്കെ അന്വേഷണം നടത്തും, ഉത്തരവാദികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞു. എന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്? ഏതൊക്കെ ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിച്ചു? നമ്മുടെ മുമ്പിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, ഓരോ ഘട്ടത്തിലും ഇത്തരം അപകടങ്ങൾ നടക്കുമ്പോൾ ആദ്യം തന്നെ കേരളത്തിലെ സർക്കാരുമായി ബന്ധപ്പെട്ട നാവുകളെല്ലാം സർക്കാരിന് വീഴ്ച വന്നിട്ടില്ല, സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ ആണെന്ന് പറയാറ്. കോട്ടയത്തും സിസ്റ്റം ഫെയിലിയർ ആയിരുന്നു. തൊട്ടടുത്ത ദിവസം മന്ത്രി VN വാസവൻ പറഞ്ഞത് ആരോഗ്യമന്ത്രി തള്ളിയിട്ടതല്ലല്ലോ ഹോസ്പിറ്റൽ കെട്ടിടമെന്ന്. അപ്പോൾ ഇതിങ്ങനെ നിരന്തരം പറയുക. ഈ വകതിരിവില്ലാത്ത ആളുകൾ കേരളം ഭരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപകടം ഏത് സമയത്തും സംഭവിക്കാം, എവിടെയും സംഭവിക്കാം. പക്ഷേ അപകട മുഖത്ത് ഒരു 13-കാരൻ്റെ മരണത്തിൽ കേരളത്തിലെ പൊതുസമൂഹം രാഷ്ട്രീയ ഭേദമന്യേ പകച്ചു നിൽക്കുമ്പോൾ, വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ, സങ്കടത്തോടെ നിൽക്കുമ്പോൾ, ആ കുട്ടിയെ ആക്ഷേപിച്ച് സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ച കൊല്ലം ജില്ലയുടെ ചാർജ് വഹിക്കുന്ന മന്ത്രി ചിഞ്ചു റാണി ആ നിലപാട് ഇന്നാണ് തിരുത്തിയത്. ചിഞ്ചു റാണിയുടെ ഇന്നലത്തെ നിലപാട് ശരിയായിരുന്നോ തെറ്റായിരുന്നോ? അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണ്ടേ? വകതിരിവില്ലാതെ ആ കുട്ടിയുടെ മരണത്തെ പോലും ആക്ഷേപിച്ചാൽ നടപടി സ്വീകരിക്കണ്ടേ? ആ കുട്ടി മരണപ്പെട്ടു എന്നറിഞ്ഞതിന് ശേഷവും പാർട്ടിയിലെ പ്രവർത്തകരോടൊപ്പം സൂംബ ഡാൻസ് കളിച്ച ആ മന്ത്രിയുടെ മനസാക്ഷി എന്താണ്? അവർക്ക് മനസാക്ഷി എന്നുള്ളതുണ്ടോ? ഇല്ല. അതിന് സമാനമാണ് കോട്ടയത്ത് മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന് പേരായ ഒരു വീട്ടമ്മ ആ കെട്ടിടത്തിനുള്ളിൽ പെട്ട് കിടക്കുമ്പോഴും 2 മണിക്കൂറോളം സർക്കാരിന്റെ PR എക്സസൈസിന് വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തിയ ആരോഗ്യമന്ത്രിയുടെയും BM വാസവന്റെ ഒക്കെ മനോനിലയും മന്ത്രിമാരുടെ ഒക്കെ മനോനില ഇതിന് സമാനമാണ്. കേരളത്തിൽ ഇത്തരം അപകടങ്ങൾ നടക്കുമ്പോൾ ആ അപകടത്തിൽപ്പെട്ട മനുഷ്യരോട് അനുഭാവപൂർവ്വം ഒന്നും സംസാരിക്കാതെ, ആ സങ്കടത്തെ ഒന്നും മനസ്സിലാക്കാതെ, അങ്ങനെ വരുന്ന അപകടങ്ങളൊക്കെ സർക്കാരിനെതിരെയുള്ള ആയുധങ്ങൾ ആയാലോ എന്ന് പേടിച്ച് മുൻപേ കൂട്ടി പരിചയമായിട്ട് പ്രതികരിക്കാൻ വരുന്ന ഈ മന്ത്രിമാർ വകതിരിവില്ലാത്ത മനുഷ്യരാണ്. അപ്പം നടപടി എവിടം വരെ വരും? ആർഷോ അതിന് മറുപടി പറയണം. ഇതിൽ പന്നിക്കണി വിഷയത്തിൽ, പന്നിക്കണിയിൽ പരിക്കേറ്റ് ഷോക്കടിച്ച് മരിച്ച കുട്ടിയുടെ വിഷയത്തിൽ അതിൽ ഉത്തരവാദിത്ത ലംഘനം നടത്തിയ പരാതി മുൻകൂട്ടി കിട്ടിയിട്ടും നടപടി സ്വീകരിക്കാതിരുന്ന KSEBയിലെ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചോ? അതിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയുമായി ബന്ധപ്പെട്ട് ഈ പ്രതി മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ ചെയ്തിട്ടുള്ള ആളാണെന്ന് അറിഞ്ഞിട്ടും അതിൽ അനാസ്ഥ കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചോ? നടപടികൾ ഏതറ്റം വരെയായി? കോട്ടയം മെഡിക്കൽ കോളേജിന്റെ 3 നില കെട്ടിടം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൊളിച്ചു മാറ്റണമെന്ന് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ തീരുമാനമെടുത്ത് PWD വകുപ്പിനെ ഏൽപ്പിച്ചിട്ടും അത് പൊളിച്ചു മാറ്റാതിരുന്ന അനാസ്ഥയുടെ ഉത്തരവാദികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ആരാണ് ആ ഇടിഞ്ഞു വീണ കെട്ടിടം പൊളിച്ചു മാറ്റാതെ ആ ഇടിഞ്ഞു വീഴാൻ സമാന സാഹചര്യം ഒരുക്കിയ ആ PWD ഉദ്യോഗസ്ഥർ, ആ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചോ? നടപടികളല്ലേ നമുക്ക് വേണ്ടത്? മാതൃകാപരമായ നടപടി സ്വീകരിക്കണം. മേലിൽ ആവർത്തിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതുതന്നെ ആർഷോയെ പോലുള്ള പാർട്ടി വക്താക്കളും പറയുന്നു, താഴെത്തട്ടിലുള്ള നേതാക്കന്മാരും പറയുന്നു. അതിനപ്പുറത്ത് ഇതിങ്ങനെ നിരന്തരം ആവർത്തിക്കപ്പെടുന്നു.
മറുപടി എങ്ങനെയാ ആളുകളെ തൃപ്തിപ്പെടുത്തണ്ടേ? തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മരിച്ച മനുഷ്യനോട് നീതി കാണിക്കാവുന്ന രീതിയിലെങ്കിലും ഒരു അനുഭാവപൂർവ്വമായിട്ടുള്ള സംസാരവും പെരുമാറ്റമെങ്കിലും ഉണ്ടാകണം. വകതിരിവ് നഷ്ടപ്പെടുന്നത് ധാർഷ്ട്യമുള്ളത് കൊണ്ടാണ്. ധാർഷ്ട്യമാണ് നമ്മളെ ഇന്ന് ഭരിക്കുന്നത്. അത് മനുഷ്യർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ശരി, ശ്രീ ഉല്ലാസ് കോവൂർ, ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ മീഡിയ വണിൽ അങ്ങ് സംസാരിച്ചിരുന്നു. അങ്ങ് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഈ സ്കൂൾ ഒരു CPM ആഭിമുഖ്യമുള്ള മാനേജ്മെൻറ്റാണ് നടത്തുന്നതെങ്കിലും അതിൻ്റെ മാനേജ്മെൻറ്റ് നല്ലതാണ്. ആ അപകടത്തിൽ മാനേജ്മെൻറ്റ് അത്ര ഉത്തരവാദിയാവണമെന്ന് തോന്നുന്നില്ല, ദൗർഭാഗ്യകരമായെന്നായിരുന്നു അങ്ങയുടെ പ്രതികരണം. ഇപ്പോൾ ആദ്യത്തെ നടപടി എന്ന നിലയിൽ വിദ്യാഭ്യാസ വകുപ്പ് അവിടുത്തെ ഹെഡ് മാസ്റ്റർ സസ്പെൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. ആ അപകടത്തിന് ഹെഡ് മാസ്റ്ററാണോ ആദ്യത്തെ ഉത്തരവാദി? ഒരിക്കലുമല്ല. കാരണം ഞാൻ ഓഡിയോയിൽ പ്രതികരിക്കുമ്പോൾ അത് ചിലപ്പോൾ മുഴുവനായി കേൾക്കാത്തതിൻ്റെ എന്തെങ്കിലും ടെക്നിക്കൽ എററായിരിക്കാം. ഈ മാനേജ്മെൻറ്റിൻ്റെയും KCBയുടെയും ഈക്വലായ ഉത്തരവാദിത്തം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് ഞാൻ പറഞ്ഞത്. ഇത് കൃത്യമായി ഞാൻ ഓർക്കുന്നു. ഞാൻ മുഴുവൻ ചാനലുകളിലും സംസാരിച്ചതാണ്. ഞാൻ പഠിച്ച സ്കൂളാണ്. ഞങ്ങൾ അതിൻ്റെ അയൽപ്പക്കത്ത് ജീവിക്കുന്നവരാണ്. ശ്രീ കോവൂർ കുഞ്ഞുമോൻ MLAയും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അദ്ദേഹവും അതിന് ഓരം ചേർന്ന് താമസിക്കുന്ന ആൾ തന്നെയാണ്. ഞങ്ങൾക്ക് വളരെ ആത്മബന്ധമുള്ള ഒരു സ്കൂളാണ്. സ്കൂള് ജില്ലയിലെ മെച്ചപ്പെട്ട സ്കൂളുകളിൽ ഒന്നാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മാനേജ്മെൻറ്റ് ഈ കാര്യത്തിൽ ഗുരുതരമായ അലംഭാവമാണ് കാട്ടിയിട്ടുള്ളത്. ആ അലംഭാവം എന്ന് പറയുന്നത് ജൂലൈ മാസത്തിൽ സുരക്ഷാ അവലോകന മീറ്റിംഗ് കൂടിയപ്പോൾ KCBയുടെ ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകൾ സൂചിപ്പിച്ചതാണ്, ഇൻസുലേഷൻ കേബിൾ മാറ്റുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ റൂട്ട് മാറ്റുകയോ ചെയ്യണമെന്ന് ജൂലൈ മാസത്തിൽ നടന്ന സുരക്ഷാ അവലോകന മീറ്റിങ്ങിൽ KCB ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ് എന്നുള്ള വിവരങ്ങൾ നമുക്ക് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു കാലവിളംബം ഉണ്ടായത് സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്താണ്. അല്ല, അങ്ങനെ ഒരു വിവരം പുറത്തു വരുന്നു CPMന്റെ സ്കൂളാണ്. ഒരു നിമിഷം ഉല്ലാസ്, ആ ജൂലൈയിൽ ഇതിനു മുമ്പ് നടന്ന, ജൂലൈയിൽ എന്ന് പറയുന്നില്ല ആ റിപ്പോർട്ടിൽ, ഇതിനു മുമ്പ് നടന്ന ഈ അവലോകന യോഗത്തിൽ KCB ആവശ്യപ്പെട്ടിരുന്നു ആ ലൈൻ മാറ്റണമെന്ന്. അടുത്ത മാനേജ്മെന്റ് കമ്മിറ്റി കൂടി അറിയിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ആ റിപ്പോർട്ടിൽ പരാമർശം വരുന്നത് വരെ അങ്ങനെ ഒരു സംഭവം ആർക്കും അറിയില്ല, ഇങ്ങനെ ഉണ്ടായോ ഒന്നും അറിയില്ല. പക്ഷെ ആ റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ ചോദ്യം, അടുത്ത മാനേജ്മെന്റ് കമ്മിറ്റി കൂടുന്നത് എന്തിനാണ്? ആ ലൈൻ മാറ്റി സ്ഥാപിക്കാൻ അനുമതി കൊടുക്കുന്നതിന് ഒരു മാനേജ്മെന്റ് കമ്മിറ്റി കൂടുന്നത് എന്തിനാണ്? ഏതെങ്കിലും അവധി ചെയ്യാവുന്നതിനുള്ള KCBക്ക്. അങ്ങനെയാണെങ്കിൽ അപകടം നടന്ന് 2 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഈ ലൈൻ കട്ട് ചെയ്തല്ലോ. ഒരു ജീവൻ പൊലിഞ്ഞിട്ട് വേണോ ഇത് കട്ട് ചെയ്യാൻ? അപ്പോൾ ഗുരുതരമായ അനാസ്ഥ KCBയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഗുരുതരമായ അനാസ്ഥ ഈ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത് സമീപ പ്രദേശത്തേക്ക് ഇതേ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗേൾസ് ഹൈസ്കൂളിലേക്കും തൊട്ടടുത്ത ഒരു വീട്ടിലേക്ക് മാത്രമായിട്ടാണ് ഈ ലൈൻ കടന്നു പോകുന്നത്. സ്വാഭാവികമായും ഇത് വളരെ നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ ഒരു വീടിൻ്റെ പ്രതീക്ഷയാകേണ്ടിയിരുന്ന ഒരു പൊന്നുമകൻ്റെ, ഒരു 13കാരൻ്റെ, ഒരു 8ാം ക്ലാസ്സുകാരൻ്റെ ദൈന്യതയാർന്ന തണുത്തുറഞ്ഞ് ഇപ്പോഴും ആ മോർച്ചറി ഇടനാഴിയിൽ ഇരിക്കുന്ന ആ കുഞ്ഞിൻ്റെ ഒരു ജഡം ഈ നാട് ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നു. മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു വൈകാരികത നമുക്ക് ഉണ്ടാവേണ്ടേ? നമ്മൾ വാദപ്രതിവാദങ്ങൾ നടത്തുമ്പോൾ കേവലം സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി കലഹം കൂട്ടുകയല്ലാതെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഈ മാനേജ്മെൻറ്റ് ആ അവലോകന യോഗത്തിൻ്റെ റിപ്പോർട്ട് പുറത്തുവിടാൻ ഈ മാനേജ്മെൻറ്റോ ഈ സ്കൂൾ ഭരണാധികാരികളോ തയ്യാറാണോ? ഇന്നലെ ഇതിനെ വെള്ളപൂശുവാനാണല്ലോ ശ്രമങ്ങൾ ഉണ്ടായത്. യാഥാർത്ഥ്യ ബോധത്തോടു കൂടി മനുഷ്യത്വപരമായി ഈ വിഷയത്തെ സമീപിക്കുവാനും ഇപ്പോൾ ഈ സർക്കാർ ചെയ്യുന്ന എന്താ? ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വന്നു. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാവിലത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങളെല്ലാവരും മനുഷ്യത്വപരമായി അംഗീകരിക്കുന്നു. ഇന്ന് വിവേകബുദ്ധിയോടുകൂടി അദ്ദേഹം ആ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞു മനസ്സിലാക്കി ഇന്ന് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഇന്ന് രാവിലെ അദ്ദേഹം പ്രതികരിച്ചു. ജില്ലയിൽ നിന്നുള്ള മന്ത്രി ചെയ്തതിനെക്കുറിച്ച് താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. അദ്ദേഹം ആനന്ദ നൃത്തം ചവിട്ടുകയായിരുന്നു. ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ശ്രീമതി ചിഞ്ചു റാണി ഒരു സൂമ്പാർ റാണിയായി നമ്മുടെ ഈ നാട് ഇത്രയും വിഷമകരമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ സൂമ്പാർ റാണിയായി മാറിയത് നമ്മൾ കണ്ടതല്ലേ? ഒരു മാതാവല്ലേ? മനുഷ്യത്വം വേണ്ടേ? ഇതിപ്പോൾ ഏത് പാർട്ടി അതൊക്കെ അതിനുമൊക്കെ അപ്പുറത്ത്, അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യത്വം മരവിച്ചു പോകുന്ന ഒരു പുതിയ കാലത്തിലേക്കാണ് നമ്മൾ യാത്രയാകുന്നത്. ഉല്ലാസ് കോവൂർ, നിങ്ങൾ ഈ മന്ത്രിയെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ മന്ത്രിയെ കുറ്റപ്പെടുത്തുമ്പോൾ ഈ കൊല്ലം ജില്ലയിൽ UDFന്റെ ജനപ്രതിനിധികളുണ്ടല്ലോ, ആ ജനപ്രതിനിധികൾ ആരെയും ഇന്നലെ അവിടെ കണ്ടില്ലല്ലോ. കൊടിക്കുന്നിൽ സുരേഷ് MP അവിടെ എത്തിയോ എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല.
PC വിഷ്ണുനാഥ് കൊല്ലം ജില്ലയിൽ നിന്നുള്ള MLA ആണ്. അദ്ദേഹത്തെ അവിടെ കണ്ടില്ല. സുരേഷ് എം പി കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഴുവൻ സമയം ഉണ്ടായിരുന്നു. ശ്രീ NK പ്രേമചന്ദ്രൻ വന്നിരുന്നു. ശ്രീ ഷിബു ബേബി ജോൺ വന്നിരുന്നു. നിങ്ങളുടെ തന്നെ ലേഖകന്മാർ ഉണ്ടല്ലോ അവിടെ, അന്വേഷിക്കാമല്ലോ. വിഷ്ണുനാഥ് വന്നിരുന്നോ? അതിന് ആ ഒരു സമീപനത്തിലേക്കല്ല ഇന്നലെ ഞങ്ങളാരും എടുത്തത്. കാരണം അത്രയും വിഷമകരമായൊരു അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ എല്ലാവരും ഇന്നലെ കടന്നുപോയത്. അവിടെ വൈകുന്നേരം എത്തിയ MLA പറയുകയാണ് ഇത് മാനേജ്മെൻറ്റിൻ്റെ കുറ്റമല്ല, ഇത് KSGBയുടെ കുറ്റമല്ല, അവരെ വെള്ളം ഒഴിച്ചാൽ ശ്രമിക്കുന്ന ഒരു ഇവിടുത്തെ അയൽവാസിയായ MLAയുടെ ഒരു വേഷവും നമ്മൾ ഇന്നലെ വൈകുന്നേരം ചാനലുകളിൽ കണ്ടതാണ്. മാധ്യമപ്രവർത്തകർ നിരന്തരം ചോദ്യം ആവർത്തിച്ചപ്പോഴാണ് അദ്ദേഹം അതിനെ ലഘൂകരിച്ച് വെള്ളപൂശുവാനായി ശ്രമിച്ചത്. കാരണം നമുക്കറിയാം ഈ MLA ഒരു ഭരണകക്ഷി MLA ആണ്. അദ്ദേഹം ഇന്നലെ ഉച്ചവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടേയില്ല. ഇത് മീഡിയ വല്ലാതെ ഹൈപ്പിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സങ്കടകരമായ അവസ്ഥയുടെ യാഥാർത്ഥ്യബോധം തിരിച്ചറിയുവാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് തയ്യാറായത്. അദ്ദേഹം ഇന്നലെ ഉച്ചവരെ തിരുവനന്തപുരത്തായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് അദ്ദേഹം വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ PA ഹോസ്പിറ്റലിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അദ്ദേഹം വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെ, പക്ഷെ അദ്ദേഹം വൈകുന്നേരം വന്ന് ഇവരെ വെള്ളപൂശാനാണ് ശ്രമിച്ചത്. അപ്പൊ നമ്മൾ ഈ അപകടം ഉണ്ടായപ്പോൾ വെള്ളപൂശൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ആശ്വാസം പകരണ്ടേ? ശ്രീ ഉല്ലാസ് കോവൂർ, കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു MLA ആണല്ലോ PC വിഷ്ണുനാഥ്. അദ്ദേഹം പറഞ്ഞല്ലോ, PC വിഷ്ണുനാഥ് എന്തെങ്കിലും പറഞ്ഞോ? അദ്ദേഹം സ്ഥലത്തില്ല. ഇന്നലെ അദ്ദേഹം CV പത്മരാജൻ സാറിന്റെ മരണവുമായി ബന്ധപ്പെട്ടു അദ്ദേഹത്തിന് നാട്ടിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. സ്ഥലത്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ശ്രീ ഷാജർ ഖാൻ, ഇവിടെ ഏതെങ്കിലും കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ശരി. ശ്രീ ഷാജർ ഖാൻ, ഇവിടെ മറ്റെല്ലാ നേതാക്കളും ഒരു ദാരുണ സംഭവം. ഇതൊന്നും ഒരു വിദ്യാലയത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. അതിന് തൊട്ട് തലേ മാസം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പുതിയ കാഷ്വാലിറ്റി ബ്ലോക്കിൽ തീപിടുത്തമുണ്ടായി. അത് സുരക്ഷാ പ്രശ്നങ്ങളാണ് മുന്നിൽ കാണുന്നത്. ഈ സുരക്ഷാ പ്രശ്നങ്ങളിൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഭരണകൂടം ഒരു ക്ലീഷേ വാക്കുകൾ പറയും, ഞങ്ങൾ ഉടൻ തന്നെ സുരക്ഷാ ഓഡിറ്റ് നടത്തും, സമാനമായ പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് പരിശോധിക്കുമെന്നൊക്കെ പറയും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ? ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരൊറ്റ ചോദ്യം ഷാജർ ഖാൻ, എത്ര സ്കൂളുകളുടെ മൈതാനങ്ങൾക്ക് മുകളിലൂടെ ഇപ്പോൾ ഇലക്ട്രിക് കമ്പികൾ ഉണ്ടാവുമെന്നാണ്? എന്താണ് തോന്നുന്നത്? ഇതിപ്പോ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാകുന്ന സ്ഥിതിയിലാണല്ലോ ഇപ്പോ. അത് ഹോസ്പിറ്റലാകാം, സ്കൂളാകാം, പൊതുസ്ഥലങ്ങളാകാം, എന്തുമാകാം. ഇപ്പൊ സ്കൂളുകളെ സംബന്ധിച്ചാണെങ്കിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. എപ്പോഴും ചെറിയ കുട്ടികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പ്രാഥമിക ക്ലാസ്സുകളെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രാ കെയർ എടുക്കണം എന്നൊക്കെ എല്ലാ അധ്യയന വർഷവും നമ്മൾ പറയാറുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് അതിനെ സംബന്ധിക്കുന്ന ഉത്തരവുകളൊക്കെ ഇറക്കാറുണ്ട്, സർക്കുലറുകളൊക്കെ ഇറക്കാറുണ്ട്. പക്ഷേ നമ്മൾ കാണുന്നത് ഇത് ആവർത്തിക്കുകയാണ്. ഇപ്പോ അവിടെ മാനന്തവാടിയിൽ അന്ന് ആ ഷഹല എന്ന പെൺകുട്ടിയെ പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവം, അതിപ്പോഴും ആ ദാരുണമായ സംഭവം നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ ഇന്നും തൃശ്ശൂർ ഒരു സ്കൂളിൽ ഒരു മൂർഖൻ പാമ്പ് 3ാം ക്ലാസ്സിലെ ടേബിളിന്റെ പുറത്ത് കയറിയിരുന്നു എന്നാണ്, കുട്ടികൾക്ക് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നാണല്ലോ ഇപ്പോ വരുന്ന വാർത്തകൾ. അപ്പോ അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നു, മുഖം രക്ഷിക്കാൻ ചില നടപടികൾ എടുക്കുന്നു, അങ്ങനെ പോവുകയാണ്. അപ്പൊ അതിന് ഏതെങ്കിലും ഒരു പ്രതിയെ കണ്ടെത്തുക. ഇപ്പോ ഈ പറയുന്ന ഡെവലപ്പർ സ്കൂളിനെ സംബന്ധിച്ച്, ബോയ്സ് ഹൈസ്കൂളിനെ സംബന്ധിച്ച് അവിടുത്തെ ഹെഡ് മിസ്ട്രസിനെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയിൽ ആണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞു സിസ്റ്റം ഫെയിലിയർ ആണ്, അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ പരാജയമാണ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം റൺ ചെയ്യുന്നവരുടെ പരാജയം എന്നാണ് അതിന്റെ അർത്ഥം. സിസ്റ്റം റൺ ചെയ്യുന്നത് ആരാണ്? വിദ്യാഭ്യാസ വകുപ്പാണ്, സർക്കാരാണ്, KSEB ആണ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത പഞ്ചായത്താണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നാണല്ലോ നമ്മളെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ടായിരിക്കവേ അവര് ശരിയാണ്. ഇപ്പൊ സ്കൂൾ മാനേജ്മെന്റിന് ഉത്തരവാദിത്തമുണ്ട്. ഈ സ്കൂൾ മാനേജ്മെന്റ് ആരാ? CPM ആണ്. ഈ സ്കൂൾ മാനേജ്മെന്റ് CPM-ന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് പറഞ്ഞാൽ ആ സ്കൂൾ മാനേജ്മെന്റിന്റെ സെക്രട്ടറിയാണ് CPM അതിന്റെ ഉത്തരവാദിത്തം എടുക്കണം. അങ്ങനെ എടുത്തിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ആരെയാണ് അപ്പൊ അതിൽ സസ്പെൻഡ് ചെയ്യുക? ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ആരെയാണ് സസ്പെൻഡ് ചെയ്യാൻ പറ്റുക? അപ്പൊ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ ഈ റൺ ചെയ്യുന്ന ആളുകൾ, മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ആ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ റൺ ചെയ്യുന്നു, അത് അവരതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എടുക്കണം. വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഉത്തരവാദിത്തം എടുക്കണം. ധാർമ്മികമായും നിയമപരമായും ഉത്തരവാദിത്തം എടുത്തുകൊണ്ട് വേണം
ഹെഡ് മിസ്ട്രസിനെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യാം. തീർച്ചയായിട്ടും ഹെഡ് മിസ്ട്രസിന്റെ ഉത്തരവാദിത്തമുണ്ട്, അവിടെ അധ്യാപകർക്ക് ഉത്തരവാദിത്തമുണ്ട്, അവിടെ KCBക്ക് ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇപ്പം വൈദ്യുതി ലൈനും ബിൽഡിങ്ങും തമ്മിലുള്ള മിനിമം പാലിക്കേണ്ടുന്ന അകലം പോലും ഇല്ലായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് എത്രയോ മാസങ്ങളായി അവിടെ കണ്ടുകൊണ്ടിരുന്ന, മാസങ്ങളല്ല വർഷങ്ങളായല്ലോ. അപ്പോൾ ഒരു നടപടി എടുത്തില്ലല്ലോ. അപ്പൊ ആ അനാസ്ഥയുടെ ഇരയാണല്ലോ നിതിൻ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചിരുന്നു. നമ്മളൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ സംസാരിക്കുക എന്നുള്ളതാണല്ലോ, അല്ലാതെ ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ എന്തുണ്ടാകും എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ അതാണ് പറഞ്ഞത്, കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ സംബന്ധിച്ച് നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ഉച്ചഭക്ഷണം പോലും പല സ്കൂളുകളിൽ കൊടുക്കാൻ പറ്റാത്ത പ്രതിസന്ധിയുണ്ട്. കാരണം സർക്കാർ ഫണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് ഉച്ചഭക്ഷണത്തിന് മിനിമം ഫണ്ട് കൊടുക്കുന്നില്ല. പ്രഥമാധ്യാപകർ ഇറങ്ങി അവിടെ ഫണ്ട് പിരിച്ച് സ്കൂളിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്ന നൂറുകണക്കിന് സ്കൂളുകൾ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ, എങ്ങനെ നമുക്ക് ഈ പ്രശ്നം അഡ്രസ് ചെയ്യാം, ഇതിന്റെ മൂലകാരണങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിക്കുന്ന ഒരു അന്വേഷണം, ഒരു പഠനം അത്യാവശ്യമായിരിക്കുന്നു. അതല്ലാതെ നമ്മൾ ഇതില് എന്താ പറയാ, ഒരു പെരിഫറൽ ആയിട്ടുള്ള ചില മരുന്നുകൾ കൊണ്ട് നമുക്ക് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആർഷ പറയുന്നത് നടപടി എടുത്തു കഴിഞ്ഞു. എത്ര കേസിലാണ് ഇപ്പൊ നടപടി എടുക്കുമെന്ന് പ്രസ്താവിച്ചിട്ടുള്ളതും ചില്ലറ ഓർണമെന്റൽ ആയിട്ടുള്ള നടപടി എടുത്തിട്ടുള്ളതും. പിന്നീട് എന്ത് സംഭവിച്ചു? ഓക്കെ, ശ്രീ PM ആർഷോ, എൻ്റെ ഒരു ചോദ്യം, ഇപ്പോൾ ഈ ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പഞ്ചായത്തിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നമ്മുടെ ഒരു സേഫ്റ്റി അവബോധം, സുരക്ഷാ അവബോധം എത്ര ദുർബലമാണെന്ന് മനസ്സിലാവും. ഞാനിതിപ്പോൾ ഈ പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തുകയല്ല, മൊത്തം നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഈ ക്ലാസ് മുറികൾ അധ്യയന യോഗ്യമാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ചെക്ക് ലിസ്റ്റ്, അതിന് കതവും ജനലും ഉണ്ടോ, അതിൻ്റെ സൂപ്പർ സ്ട്രക്ചർ എങ്ങനെയാണ്, ഫൗണ്ടേഷൻ ബേസ്മെൻറ്റ് ഉറപ്പാണോ, അതുപോലെ തടി കൊണ്ടുള്ള മരപ്പണികൾ എങ്ങനെയാണ്, റൂഫ് എങ്ങനെയാണ്, ഫ്ലോറിങ് എങ്ങനെയാണ്, പിന്നെ മിസലേനിയസ്, ഇനി മേജർ ഡിഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് നമ്മുടെ സേഫ്റ്റി, സുരക്ഷയെക്കുറിച്ചുള്ള ഒരു കെട്ടിടത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യാവലി അതിൽ അവസാനിക്കുകയാണ്. ഇങ്ങനെയൊക്കെ മതിയാവുമോ? കാരണം നമ്മളിപ്പോൾ എത്ര അപകടങ്ങൾ കാണുന്നു, അപ്പോഴും ഈ സിസ്റ്റം മാറ്റേണ്ടതുണ്ട്. ഇതൊന്നും അല്ല സേഫ്റ്റി എന്നൊരു ബോധം ഭരണകൂടത്തിന് വരാത്തത് എന്തുകൊണ്ടാണ് ആർഷോ? ഇല്ല ജിംസ്, അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ ദൈനംദിന സുരക്ഷ എന്നുള്ളതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അധ്യയന വർഷ ആരംഭത്തിൻ്റെ ഘട്ടത്തിൽ 2 മാസം അടച്ചു കിടന്നതിന് ശേഷം, 2 മാസത്തോളം പരിപൂർണമായും അടച്ചു കിടന്നതിന് ശേഷം റീഓപ്പൺ ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അതിനകത്തേക്ക് 2 മാസത്തിനുപുറം വിദ്യാർത്ഥികൾ കയറി വരുന്ന ഘട്ടത്തിൽ അവിടെ ഉണ്ടാകേണ്ടുന്ന സുരക്ഷാ മുൻകരുതലുകളുമായി ബന്ധപ്പെട്ട് അതിൽ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളുണ്ട്. അതിനകത്ത് നമുക്കറിയാം, 2 മാസം അടച്ചു പൂട്ടപ്പെട്ട് കടന്നു കഴിഞ്ഞാൽ വലിയ തോതിൽ കാട് മൂടിപ്പിടിച്ച് കിടക്കാനുള്ള സാധ്യത ഉണ്ട്, ഇഴജന്തുക്കൾ കടന്നു കയറാനുള്ള സാധ്യത, ഇത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധ്യയന വർഷ ആരംഭത്തിൽ ഇപ്പോൾ കഴിഞ്ഞ മെയ് മാസത്തിൽ ഒരു സർക്കുലർ പുറത്തുവിട്ടത്. ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പരാമർശിക്കുന്നുണ്ടായിരുന്നു. ആ സർക്കുലർ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും, വിവിധ മേഖലകളിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വൈവിധ്യമാർന്ന സുരക്ഷാ പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ പരിശോധന സ്കൂൾ ക്യാമ്പസുകൾ റീഓപ്പൺ ചെയ്യുന്ന ഘട്ടത്തിൽ ഉണ്ടാകണമെന്ന് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പ്രതിപാദിച്ചു പോകുന്നുണ്ട്. അത് വെള്ളക്കെട്ടുകളുമായി ബന്ധപ്പെട്ട്, സ്കൂളിലുള്ള കിണറുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ പരിസര പ്രദേശങ്ങളിലെ കുളങ്ങളെ സംബന്ധിച്ച്, ഇപ്പോൾ നേരത്തെ ഈ ഇൻസിഡൻറ്റിൽ ഉണ്ടായതുപോലെ തന്നെ വൈദ്യുതി കമ്പികളുമായി ബന്ധപ്പെട്ട്, ട്രാൻസ്ഫോമറുകൾ സ്ഥിതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തുടങ്ങി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വിവിധ മേഖലകളിൽ സ്കൂൾ റീഓപ്പണിങ്ങിൻ്റെ ഘട്ടത്തിൽ പരിശോധന നടത്തേണ്ടുന്നത്, എവിടെയെങ്കിലും അപാകതയുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ വളരെ സമഗ്രമായി സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക്, പ്രധാന അധ്യാപകർക്കൊക്കെ വളരെ കൃത്യമായിട്ടുള്ള സർക്കുലറുകൾ നൽകുകയും അത് നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ആ ഘട്ടത്തിലാണ് ഇതിൻ്റെ പല ലെയറിൽ പോരായ്മ സംഭവിച്ചു എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ പ്രിൻസിപ്പളെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വലിയ അപാകത ഉണ്ടായിട്ടുണ്ട്, വലിയ പോരായ്മ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് അവർ എന്താ പറയുക, ഒരു തവണ മറ്റേ KCBക്ക് കത്ത് കൊടുത്തു എന്ന് പറയുന്നു. അവിടെ അവർ അവസാനിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ജീവന് ഹാനികരമാം വിധം
ഇങ്ങനെ ഇലക്ട്രിക് ലൈൻ അവിടെ കിടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ഘട്ടത്തിൽ പോലും അവരതിനകത്തൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുന്നില്ല. KSEBയെ സംബന്ധിച്ച് KSEBിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ഏറ്റവും ഇത്തരത്തിലൊരു വിവരം ലഭ്യമാകുന്ന ഘട്ടത്തിൽ തന്നെ വളരെ ഇമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യേണ്ടുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനം ആക്ട് ചെയ്യുന്നതിനകത്ത് പോരായ്മ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്ത് ഓരോ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിലും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടുന്ന, പരിശോധന നടത്തേണ്ടുന്ന സംവിധാനമാണ് ഈ പറഞ്ഞ പോലെ പഞ്ചായത്ത് സംവിധാനങ്ങൾ. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഈ നിലയ്ക്കുള്ള ഒരു സംവിധാനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എത്രയോ വലിയ വിരോധാഭാസമാണ്. അപ്പൊ സ്വാഭാവികമായും പല തലങ്ങളിൽ ഇതിനകത്ത് പോരായ്മ ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇത് കുറെ കൂടി പാജിംസ് ചോദ്യത്തിൽ ഉന്നയിച്ചതുപോലെ ഇത്രയും പരിശോധന മതിയോ എന്ന് ചോദിച്ചാൽ പോരാ. ഇത്രയും പരിശോധന പോരാ, കൂടുതൽ സമഗ്രമാകേണ്ടതായിട്ടുണ്ട്. അവസാനത്തെ വിദ്യാർത്ഥിയുടെയും അവസാനത്തെ മനുഷ്യരുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന നിലയിലേക്ക് കുറെ കൂടെ ഗൗരവ സ്വഭാവത്തിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതിനകത്ത് ആ തലങ്ങളിലേക്ക് സ്വാഭാവികമായും ഈ ഒരു ഘട്ടത്തിൽ ചർച്ച മുന്നോട്ട് പോകട്ടെ എന്ന അഭിപ്രായത്തോട് ഞാനും യോജിക്കുകയാണ്. അപ്പൊ ഈ വിധത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു കാര്യമാണ്. നോക്കൂ ആർഷോ, ഒരു കാര്യം, ഇതിപ്പോ എല്ലാവർക്കും സ്വീകാര്യമായ, ഒരു പക്ഷേ ഈ പാനലിലുള്ള എല്ലാവർക്കും സ്വീകാര്യമായ നിർദ്ദേശമാണ്. പക്ഷെ പ്രശ്നം അവിടെയല്ല. കഴിഞ്ഞ 9.5 വർഷമായി പിണറായി വിജയൻ സർക്കാർ ഇവിടെ ഭരിക്കുകയാണ്, LDF സർക്കാർ ഭരിക്കുകയാണ്. ഇപ്പോൾ വെടിക്കെട്ടപകടം ഉണ്ടാകുമ്പോൾ ഈ എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ പറയുകയാണ്, സംസ്ഥാനത്തെമ്പാടും ഫയർ ഓഡിറ്റ് നടത്തും എന്ന് പറയുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആ തീപിടുത്തം ഉണ്ടായപ്പോഴും എല്ലാ ആശുപത്രികളിലും ഫയർ ഓഡിറ്റ് നടത്തുമെന്ന് പറയുന്നു. ഈ ഫയർ ഓഡിറ്റ് നടക്കാറുണ്ടോ? കുറഞ്ഞ പക്ഷം ഒരു മോക്ക് ഡ്രില്ലെങ്കിലും ആശുപത്രിയിൽ നടന്നിട്ടുണ്ടോ? എത്ര കെട്ടിടങ്ങൾ, നമ്മുടെ സർക്കാർ ആശുപത്രിയിലെ കെട്ടിടങ്ങൾ തകർച്ചയിലാണ്, അതിൻ്റെ ഒരു ഓഡിറ്റ് എടുത്തിട്ടുണ്ടോ? അപ്പോൾ ഇതിങ്ങനെ പ്രഖ്യാപിച്ചു പോവുകയാണ്. അപ്പോൾ ഈ സിസ്റ്റം പ്രശ്നമാണെങ്കിൽ, ഈ സിസ്റ്റത്തിന് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ബാധ്യത ഭരണകൂടത്തിൻ്റെതാണ്. ഇനി 5, 6, 7, 8 മാസമേ ഉള്ളൂ. ഇനി ഈ സിസ്റ്റം എപ്പോൾ നന്നാക്കാനാണ്? അതിന് എവിടെയാണ് നേരം? അല്ല ജിംസെ, സിസ്റ്റത്തിനകത്ത് പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് പരിഹരിക്കപ്പെടണം എന്നതിലൊരു തർക്കവുമില്ല. എന്നാൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇതിനു മുൻപ് പരിചിതമായിട്ടുള്ള ഒരു അപകടമല്ല ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്. ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്തതായിരുന്നു. അതിനകത്ത് മുൻകരുതൽ ഉണ്ടാകണം എന്ന് കണ്ടുകൊണ്ട് തന്നെ സർക്കാർ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കപ്പെടുന്ന നിലയുണ്ടായിട്ടില്ല. അജിംസ് പറഞ്ഞതുപോലെ തന്നെ പഴുതടച്ചുകൊണ്ടുള്ള നിരന്തര പരിശോധനകൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നതിലും തർക്കമില്ല. പക്ഷേ ഇതിനെ മുൻനിർത്തിക്കൊണ്ട് ഇതാകെ പ്രശ്നമാണ്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ, ഇപ്പൊ ഇന്നലെയും ഇന്നുമായിട്ട് ഞാൻ ഇന്നത്തെ ദിവസം എന്താ പറയുക, ഈ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേവല രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോയി കെട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം അതിനുള്ള സാഹചര്യം അല്ല എന്ന് വളരെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന, അങ്ങനെ ധരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇതിനെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംവിധാനം ആകെ പ്രശ്നമാണ്. കേരളത്തിലെ സ്കൂളുകൾക്കകത്താകെ ഈ വിധത്തിലാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുണ്ടല്ലോ, ആ ശ്രമങ്ങളെ അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളിടത്ത് തന്നെ അജിംസ് സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താ പറയുക, നിരന്തര പരിശോധന. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മൾ ഉറപ്പുവരുത്തേണ്ടുന്ന ചില കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നു എന്നുള്ളതും കവിഞ്ഞുകൊണ്ട് നിരന്തര പരിശോധന, അതിപ്പോൾ സ്കൂൾ മേഖലക്കകത്ത് മാത്രമല്ല, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ആശുപത്രികളുമായി ബന്ധപ്പെട്ടും, അല്ലെങ്കിൽ പൊതുവെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിനകത്ത് ഈ നാടിനകത്ത് ഏറ്റവും സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കുക എന്നുള്ള അവകാശം, നമ്മുടെയൊക്കെ ജീവൻ സംരക്ഷിക്കപ്പെടുക എന്ന അവകാശം നമുക്കൊക്കെ ഉള്ളതാണ്. ആ അവകാശം സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട് എന്നുള്ളതിലും തർക്കമല്ല. സ്വാഭാവികമായും ആ നിലയ്ക്ക് സംരക്ഷിക്കപ്പെടാൻ ഉതകുന്ന വിധത്തിലുള്ള നിരന്തര പരിശോധനകൾ, ഈ പറഞ്ഞ പോലെ സിസ്റ്റത്തിനകത്തുള്ള അപാകതകളെ നിരന്തരം പരിഹരിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഇടപെടൽ ഒക്കെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് നടക്കുന്നില്ല എന്നുള്ളതല്ല, കുറെ കൂടെ ഗൗരവത്തിൽ നടക്കണം എന്ന അഭിപ്രായം അജിംസ് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരുടെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനകത്തുനിന്നുള്ള ആളുകളുടെ ഭാഗത്ത് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അതേ സ്പിരിറ്റോടുകൂടെ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയും അതിനനുസരിച്ചുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയുമുള്ള കാഴ്ചപ്പാട് ഉള്ള ഗവൺമെന്റ് തന്നെയാണ് കേരളത്തിനകത്ത് അധികാരത്തിലുള്ളത്. സ്വാഭാവികമായും ആ നിലയിലുള്ള നിരന്തര പരിശോധന നടത്തും. ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അത് ആവർത്തിക്കപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള കർശന നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വത്തെ
തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അതിനെ അപഹസിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഇപ്പോൾ കണ്ടുവരുന്നത്, ഞാൻ ഒരു ഘട്ടത്തിലും ഇപ്പോൾ ഇതിനകത്ത് പല രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിലൊന്നും അതിന് മറുപടി പറഞ്ഞു പോകാത്തത് അതിന് മറുപടി ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടല്ല, ഇതല്ല അതിന്റെ സാഹചര്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എന്തിനും എങ്ങനെ രാഷ്ട്രീയ ലാഭം കൊയ്യാമെന്ന വളരെ സങ്കുചിതമായ താല്പര്യവുമായി മാത്രം മുന്നോട്ട് പോകുന്നത് സമൂഹത്തോട് ചെയ്യുന്ന ശരികേടാണ് എന്ന് ബോധ്യപ്പെടണം ഈ കൂട്ടർക്ക് എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ശരി, ശ്രീ ജിൻഡോ, ഇവിടെ ഒരു അപകടമുണ്ടാകുമ്പോൾ അതിൽ രാഷ്ട്രീയമായ ലൈൻ കാണുകയും ആ രാഷ്ട്രീയ ലൈനിൽ സർക്കാരിനെ വിമർശിക്കുകയും ചെയ്ത് ഉചിതമാണോ എന്നാണ് ആർഷയുടെ ഒരു ചോദ്യം. രണ്ടാമത്തെ കാര്യം, ഈ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എല്ലാ സ്കൂളുകൾക്കും സർക്കുലർ അയച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കെട്ടിടത്തിന്റെ സേഫ്റ്റി കെട്ടിടത്തിന്റെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പരിശോധിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അവിടെ കാർഡുണ്ടോ, അതല്ല ട്രാൻസ്ഫോമർ ഉണ്ടോ, വെള്ളക്കെട്ടുണ്ടോ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് നിർദ്ദേശിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടി റൺ ചെയ്യുന്ന മാനേജ്മെൻറ്റുള്ള എയ്ഡഡ് സ്കൂളിൽ അത് നടന്നില്ല എന്നുള്ളതൊരു വീഴ്ചയാണ്. ആ വീഴ്ചയിൽ വിദ്യാഭ്യാസ മന്ത്രി അത് ഓർത്തൊരു സർക്കുലർ അയച്ചാൽ മാത്രം പ്രവർത്തിക്കുന്ന രീതിയിലൊരു സേഫ്റ്റി സിസ്റ്റം മാറാമോ? ഇവിടെ എവിടെയാണ് മൗലികമായ പരിഷ്കരണം വേണ്ടി വരുന്നത്? അജിംസെ, താങ്കളുടെ ചോദ്യത്തിലെ രണ്ട് ഭാഗത്തിൽ ആദ്യത്തെ ഭാഗത്തിന് ഞാൻ ആദ്യം തന്നെ ഉത്തരം പറയും. ഒന്ന്, ഇത്തരത്തിൽ അപകടം നടക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം നോക്കി അഭിപ്രായം പറയുന്നു എന്നാണ് ആർഷയുടെ ആക്ഷേപം. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ സംസ്ഥാനത്തെ ഒരു സ്കൂളിൽ ഒരു കുട്ടി, പഠിക്കാൻ പോയ കുട്ടി കളിക്കുന്നതിനിടയ്ക്ക് സ്കൂൾ അധികൃതരുടെയും KSEB ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ കൊണ്ട് ഷോക്കേറ്റ് മരിക്കുമ്പോൾ ഞങ്ങളതിൽ രാഷ്ട്രീയം പറയണ്ടേ? അതല്ലേ രാഷ്ട്രീയം? ആ കുട്ടിയുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണ്ടേ? ഉത്തരവാദികൾക്കെതിരെ സംസാരിക്കണ്ടേ? അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് കെട്ടിടം കാലപ്പഴക്കം കൊണ്ട് ഇടിഞ്ഞു വീണ് 2 മണിക്കൂർ രക്ഷാപ്രവർത്തനം വൈകി ഒരു വീട്ടമ്മ അതിനകത്ത് കുടുങ്ങിക്കിടന്ന് മരിക്കുമ്പോൾ അത് സംസാരിക്കണ്ടേ? അത്തരം രാഷ്ട്രീയങ്ങൾ സംസാരിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷവും? ഞങ്ങൾ ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന പ്രതിപക്ഷമാണ്. അതുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യും, ഞങ്ങൾ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കും. ഞങ്ങൾ ജനങ്ങളുടെ വിഷയമല്ലാതെ പിണറായി വിജയൻ സർക്കാർ നല്ലതാണ് നമ്പർ 1 ആണെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. അതിന് MV ഗോവിന്ദനുണ്ട്, AKG സെന്ററിലുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പേനയുന്തുന്ന മാധ്യമ സഖാക്കന്മാരും മറ്റു പലരും ആളുകളുണ്ട്. അപ്പം ഞങ്ങളുടെ പണി ഞങ്ങൾ ജനപക്ഷത്ത് നിന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇവർ പറയുന്ന സേഫ്റ്റി ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്ത കാലത്ത് പുതുക്കി പണിത അത്യാഹിത വിഭാഗത്തിൽ തീപിടുത്തമുണ്ടായപ്പോൾ എങ്ങനെയാണ് അവിടെ രോഗികൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്? രക്ഷാപ്രവർത്തനം എന്തുകൊണ്ടാണ് വൈകിയത്? അപ്പോൾ അടുത്ത കാലത്ത് പുതുക്കി പണിത ഒരു കെട്ടിടത്തിൽ പോലും വേണ്ടത്ര സേഫ്റ്റി മെഷേഴ്സ് പാലിച്ചില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ? അന്ന് പറഞ്ഞു ഒറ്റപ്പെട്ട സംഭവം. കോട്ടയം മെഡിക്കൽ കോളേജിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൊളിച്ചു മാറ്റണമെന്ന് ആരോഗ്യമന്ത്രി ഉത്തരവിട്ട കെട്ടിടം PWD ഉദ്യോഗസ്ഥർ പൊളിച്ചു മാറ്റാത്തത് ഇടിഞ്ഞു വീണ് അത് 2 മണിക്കൂർ രക്ഷാപ്രവർത്തനം മന്ത്രിമാരുടെ PR എക്സസൈസിന്റെ ഭാഗമായിട്ട് വൈകിയപ്പോൾ ഒരു വീട്ടമ്മ മരിച്ചു. ഒറ്റപ്പെട്ട സംഭവം. സ്കൂളിനകത്ത് പാമ്പ് കടിയേറ്റ ഒരു കുട്ടി മരിക്കുന്നു വയനാട്ടിൽ. ഒറ്റപ്പെട്ട സംഭവം. ഇന്നലെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഒരു സ്കൂള് ഇടിഞ്ഞു വീണല്ലോ. ആ സ്കൂള് ഇന്റർവെൽ സമയത്ത് കുട്ടികൾ കളിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് അതിനകത്ത് പഠിപ്പിക്കലില്ലാത്തത് കൊണ്ട് ആ കുട്ടികൾ മരിച്ചില്ല, അല്ലെങ്കിൽ അവർക്ക് ആർക്കും അപകടം പറ്റില്ല. നമ്മുടെ നല്ല ഭാഗ്യം, ദൈവഭാഗ്യം എന്ന് വിചാരിക്കണം. പക്ഷെ ആ സ്കൂൾ പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത് നവകേരള സദസ്സ് നടത്തിയപ്പോഴാണ് ആവശ്യപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി 1,05,00,000 ആഡംബര വാഹനത്തിൽ സഞ്ചരിക്കുന്ന കക്കൂസും കറങ്ങുന്ന കസേരയും ഒക്കെ ആയിട്ട് യാത്ര ചെയ്തപ്പോൾ, പള്ളിക്കൂടത്തിന്റെ ഒക്കെ മതില് പൊളിച്ച് യാത്ര ചെയ്തപ്പോൾ കൊടുത്ത ഒരു പരാതിയുണ്ട്. ആ പരാതിയിൽ തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഇന്നലെ ഇടിഞ്ഞു വീണ കെട്ടിടം പണ്ട് പൊളിച്ചു മാറ്റാമായിരുന്നു. ഇവിടെ KSEBയുടെ അനാസ്ഥയുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് പഞ്ചായത്തിലെ AE കൊടുത്ത ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അത് അന്വേഷണം നടത്താതെയാണ്. അനാസ്ഥയുണ്ട്. സ്കൂൾ മാനേജ്മെന്റിനും അവിടുത്തെ അധ്യാപകർക്കും അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ അനാസ്ഥ നടത്തിയ സിസ്റ്റം നടത്തിയ മർഡറാണ് ആ മിഥുന്റെ മർഡർ. അതിന് ഉത്തരവാദിത്തം പറയണ്ടേ? ഇത് ഞങ്ങൾക്കും അഭിപ്രായമുണ്ട്, ഇതൊക്കെ തിരുത്തപ്പെടണമെന്ന് 9 വർഷം കഴിഞ്ഞ ഒരു സർക്കാരിന്റെ പാർട്ടിയുടെ പ്രതിനിധി വന്ന് പറയുന്നത് ആരോടാ പറയുന്നത്? മാധ്യമ അവതാരകനായിട്ടുള്ള അജിംസിനോടോ, സഹ പാനലിസ്റ്റുകളായിട്ടുള്ള ഞങ്ങളോടോ, പൊതുസമൂഹത്തോടോ? ഇത് തിരുത്താനും ഇതിന് നടപടി സ്വീകരിക്കാനും ഇരിക്കുന്ന ആളുകളാണ് കേരളത്തിലെ പിണറായി വിജയന്റെ സർക്കാർ. ആ സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് ഞങ്ങൾ പറയുന്നത്. വന്യജീവികൾ മനുഷ്യരെ, വനയോരത്ത് മലയോരത്ത് കൃഷി ചെയ്യുന്ന കർഷകരെ വന്യജീവികൾ കൊല്ലുമ്പോൾ വനം മന്ത്രി കോഴിക്കോട് ഫാഷൻ ഷോയിൽ പാട്ടുപാടും. ജില്ലയുടെ ചാർജ് വഹിക്കുന്ന മന്ത്രി സ്വന്തം ജില്ലയിലെ ഒരു കുട്ടി സ്കൂളിൽ ഷോക്കേറ്റ് മരിക്കുമ്പോൾ ആ കുട്ടിയെ ആക്ഷേപിച്ച് സൂംബ നൃത്തം കളിക്കും. കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു രോഗിയുടെ കൂട്ടിയിരിപ്പുകാരി കെട്ടിടത്തിനകത്ത് പെട്ടുകിടക്കുമ്പോഴും ആരോഗ്യമന്ത്രി PR വർക്കിന്റെ ഭാഗമായിട്ട് രക്ഷാപ്രവർത്തനം വൈകിപ്പിക്കും. അതിന് കൂട്ടി നിൽക്കുന്ന VN വാസവൻ എന്ന് പറഞ്ഞ ജില്ലയുടെ ചാർജുള്ള മന്ത്രി തള്ളിയിട്ടതല്ലോ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കും. ഇതാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നടപടികളില്ല അജിംസെ.
നടപടിയില്ലാത്തതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം പൂരം കലക്കിയ ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷിച്ച ഒരു നടപടി കൃത്യസമയത്ത് സ്വീകരിച്ചിരുന്നെങ്കിൽ ശബരിമലയിലേക്ക് ഹൈക്കോടതി വിധിച്ച ചട്ടങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് ട്രാക്ടർ യാത്ര നടത്തില്ലായിരുന്നു. കാലിന് വയ്യാത്ത ADGP ഒന്നും ക്രമസമാധാന ചുമതലയിൽ വേണ്ട എന്ന് തീരുമാനമെടുക്കാൻ പിണറായി വിജയന് സാധിച്ചില്ലല്ലോ. അപ്പോൾ ഇവിടെ നടപടിയില്ലാത്തതാണ് പ്രശ്നം. ഇവിടുത്തെ സിസ്റ്റം ഫെയിലിയർ. ഏതാ സിസ്റ്റം? സ്കൂളിൽ പാമ്പ് കടിയേറ്റ് മരിക്കുമ്പോൾ സിസ്റ്റം ഫെയിലിയർ, സ്കൂളിൽ ഷോക്കേറ്റ് കുട്ടി മരിക്കുമ്പോൾ സിസ്റ്റം ഫെയിലിയർ, കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു കൂട്ടിയിരിപ്പുകാരി മരിക്കുമ്പോൾ സിസ്റ്റം ഫെയിലിയർ, ആശുപത്രിയിലെ കൂട്ടിയിരിപ്പുകാരിക്ക് പാമ്പ് കടി ഏൽക്കുമ്പോൾ സിസ്റ്റം ഫെയിലിയർ, ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് പുറത്ത് സമരം ചെയ്യുമ്പോൾ അതും സിസ്റ്റം ഫെയിലിയർ, PSC റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികൾ കല്ലുപ്പിൽ മുട്ടുകുത്തി സമരം ചെയ്യുമ്പോഴും അവർക്ക് വേണ്ടിയിട്ട് അനുകൂലമായ ഒരു നടപടി സ്വീകരിക്കാൻ പറ്റാത്തതും സിസ്റ്റം ഫെയിലിയർ, റേഷൻ കടകൾ കാലിയാകുമ്പോഴും സപ്ലൈകോ കാലിയാകുമ്പോഴും രൂക്ഷമായ വിലക്കയറ്റത്തിൽ കേരളത്തിലെ ജനങ്ങൾ നട്ടം തിരിയുമ്പോഴും പെൻഷനും റേഷനും മുടങ്ങുമ്പോഴും ഒക്കെ സിസ്റ്റം ഫെയിലിയർ. സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ സർക്കാരിന്റെ സിസ്റ്റം ഫെയിലിയർ. ഈ മനുഷ്യരെ കൊള്ളയടിക്കാനല്ലാതെ അവരുടെ സങ്കടങ്ങൾക്ക് കാതു കൊടുക്കാൻ പറ്റാത്ത ഒരു സർക്കാർ കേരളം ഭരിക്കുന്നു. ഇവിടെ സർക്കാരല്ല, കൊള്ളക്കാരാണുള്ളത്. ഈ സിസ്റ്റം ഫെയിലിയറിന്റെ ഭാഗമായിട്ട് മനുഷ്യരുടെ കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ആക്ഷേപിക്കുന്ന വകതിരിവില്ലാത്ത കുറെ ആളുകൾ വരിക. കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോ ആ ശവസംസ്കാരം നേരത്തെയാക്കി വിദേശ യാത്ര നടത്തിയ മുഖ്യമന്ത്രിയുടെ വകതിരിവില്ലായ്മ പോലെ തന്നെയാണ് രാജ്യം പഹൽഗാം ആക്രമിക്കപ്പെട്ട് തീവ്രവാദ ആക്രമണത്തിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ, സങ്കടത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്ത ദിവസം പാർട്ടിയുടെ AKG സെന്റർ ഉദ്ഘാടനം നടത്തിയ CPM-ന്റെ വകതിരിവില്ലായ്മ പോലെ തന്നെ, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് നിരന്തരം പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രിക്ക് വാഴ്ത്തുപാട്ട് നടത്താൻ വേണ്ടിയിട്ട് പൂവത്തൂർ ചിത്രസേനന്റെ കവിത ചൊല്ലാൻ പോയപ്പോ നടന്ന സിസ്റ്റം ഫെയിലിയർ പോലെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കുഞ്ഞനന്തന്റെ ശവമടക്ക് നടത്താനും അല്ലെങ്കിൽ കാരണഭൂതൻ തിരുവാതിര നടത്താനും ഒക്കെ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് പാർട്ടി സഖാക്കന്മാർ ഒത്തുചേർന്ന സിസ്റ്റം ഫെയിലിയർ. ചിഞ്ചു ചറാണിയുടെ സൂംബ നൃത്തവും അല്ലെങ്കിൽ വനം മന്ത്രിയുടെ ഫാഷൻ ഷോയിലെ പാട്ടും ആരോഗ്യമന്ത്രിയുടെ PR വർക്കും ഒക്കെ സിസ്റ്റം ഫെയിലിയർ. ഈ സിസ്റ്റം ഫെയിലിയറിന്റെ പേരാണ് സർക്കാരില്ലായ്മ. സർക്കാരില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കൊള്ളക്കാരേ ഉള്ളൂ, സർക്കാരില്ല. സാധാരണക്കാരന്റെ സങ്കടം കേൾക്കാൻ ഒരു സംവിധാനവും കേരളത്തിലില്ല. നമ്മൾ നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, 9 വർഷമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം കഴിഞ്ഞ ദിവസം, ഇന്ന് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം. 2 വർഷം മുമ്പ് മരിച്ചുപോയ ഉമ്മൻചാണ്ടി 9 വർഷം മുമ്പ് കേരളം ഭരിക്കുമ്പോൾ ആ മനുഷ്യന്റെ തിരുനെറ്റിയിൽ കല്ലെറിഞ്ഞുകൊണ്ട് എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോഴാണ് ഒരു 13-കാരൻ സ്വന്തം സ്കൂളില് ഷോക്കേറ്റ് മരിക്കുന്നത്. മറുപടി ഇല്ലാതെ വരുമ്പോൾ പ്രതിപക്ഷവും കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ സാധാരണക്കാരും പറയുന്ന വിഷയം ഞങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. തിരുത്തപ്പെടണം. ആരാ തിരുത്തണ്ട അജീംസെ? തിരുത്താൻ തിരുത്താനുള്ള സമയമുണ്ടോ എന്നുള്ളതാണ് ഈ സമയത്ത് ഉയർന്ന ഒരു ചോദ്യം. ഞാൻ മടങ്ങി വരാം അതിഥികളിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം. അല്ലെങ്കിൽ ജനങ്ങൾ തിരുത്താൻ കാത്തിരിക്കുക. അതിഥികളിലേക്ക് തിരികെ. ശ്രീ ഉല്ലാസ് കോവൂർ, ഇന്നലെ അവിടെ തടിച്ചുകൂടിയ നാട്ടുകാരുണ്ട്, ഇതിൽ രോഷാകുലരായി. അവിടെ ഒരു PTA ഉണ്ട്. ഈ നാട്ടുകാർക്കും PTA-ക്കും ഒന്നും ഈ ഇലക്ട്രിക് ലൈൻ കണ്ടിട്ടും അതവിടെ സ്ഥാപിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയില്ലേ? ആ ഇലക്ട്രിക് ലൈന് താഴെ 8 വർഷം മുമ്പ് ഒരു സൈക്കിൾ ഷെഡ് പണിയുമ്പോൾ അത് അപകടമാണ് എന്ന് ആ നാട്ടുകാർക്കാർക്കും തോന്നിയില്ലേ? തീർച്ചയായും അജിംസ്, ഇത് മനസ്സിലാക്കേണ്ടത് ഈ സ്കൂൾ പ്രവർത്തിക്കുന്ന ഒരു ശൈലിയുണ്ട്. LDF-ലെ ഘടകകക്ഷിയായ CPA-ക്കാരെ പോലും ഒരു കാര്യത്തിലും സഹകരിപ്പിക്കാത്ത ഒരു മാനേജ്മെൻറ്റാണ്. അപ്പോൾ മറ്റിതര പാർട്ടികളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഇവിടെ ഉച്ചക്കഞ്ഞി വിതരണ കമ്മിറ്റിയിൽ പോലും UDF ഗ്രാമപഞ്ചായത്ത് അംഗത്തെ സഹകരിപ്പിക്കാത്ത, അല്ലെങ്കിൽ CPM ഇതര നിലപാടുള്ളവരെ ആരെയും ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു പൊതുപരിപാടി നടന്നാൽ പോലും സഹകരിപ്പിക്കാത്ത, ഇപ്പോൾ അല്പം മുമ്പ് നടന്ന മറ്റൊരു ചാനൽ നടന്ന ചർച്ചയിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, അദ്ദേഹം 20 വർഷമായി ഈ നിയോജക മണ്ഡലത്തിലെ MP-യാണ്. ഒരു പരിപാടിക്ക് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP-യെ ഈ സ്കൂളിൽ അടുപ്പിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഒരു ചാനലിൽ വന്ന് പരസ്യമായിട്ട് പറയുകയാണ്. അപ്പോൾ പിന്നെ മറ്റിതര പാർട്ടിക്കാരെ ഈ സ്കൂളിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളുമായോ അല്ലെങ്കിൽ പൊതുപരിപാടികളുമായോ സഹകരിപ്പിക്കുന്ന ഒരു ശൈലിയും രീതിയും ഈ മാനേജ്മെൻറ്റിന് ഇല്ലാത്തത് കൊണ്ട് മറ്റിതര പാർട്ടികൾ അല്ലെങ്കിൽ മറ്റിതര പൊതുപ്രവർത്തകരൊന്നും ഈ സ്കൂളിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഗുരുതരമായ ഒരു വീഴ്ചയാണെങ്കിൽ പോലും സത്യത്തിൽ അതാണ് ഒരു യാഥാർത്ഥ്യം. ഇവിടെ ആർഷോ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അത് യാഥാർത്ഥ്യബോധത്തോടെ ഈ സ്കൂളിൽ, ആർഷോ ഈ ജില്ലക്കാരനല്ലെങ്കിൽ പോലും അദ്ദേഹം അതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇതിനെ ന്യായീകരിക്കാതിരുന്നത്. അദ്ദേഹം പോലും പറയുകയാണ്,
ഈ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടാകണം, അല്ലെങ്കിൽ ഈ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലും പഠനത്തിലും ആയിരിക്കുമല്ലോ അതിൻ്റെ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടത്. ഞാൻ ശ്രീ ജിൻഡോ പറഞ്ഞ മറ്റ് പൊതുകാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ 3 മാസക്കാലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ തസ്തിക ഒഴിഞ്ഞു കിടന്നു. ഈ അധ്യയന വർഷ ആരംഭത്തിൽ പോലും പാഠപുസ്തക വിതരണത്തിലെ അലംഭാവം കാരണം RYF കൊല്ലം ജില്ലാ കമ്മിറ്റി അന്വേഷിച്ചപ്പോഴാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ തസ്തിക ഒഴിഞ്ഞു കിടക്കുന്നുള്ള ഞെട്ടിക്കുന്ന വിവരം ഞങ്ങൾക്ക് ലഭിച്ചത്. അങ്ങനെ ഞങ്ങളുടെ പ്രവർത്തകർ ആ ഓഫീസ് ഉപരോധിക്കുകയും 3 ദിവസത്തിൽ പരം റിമാൻഡിൽ പോവുകയും ചെയ്ത ഒരു ജില്ലയാണ് ഈ കൊല്ലം ജില്ല. ഒരു സിസ്റ്റം ഫെയിലിയർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു അധ്യയന വർഷ ആരംഭത്തിൽ മാർച്ച് മാസത്തിൻ്റെ അവസാന വാരത്തോടുകൂടി തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറിപ്പോയ ഓഫീസർക്ക് പകരക്കാരനെ വെക്കാൻ പോലും, ഈ കൊല്ലം ജില്ലയിലേക്ക് പകരക്കാരനെ വെക്കാൻ പോലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായില്ല എന്ന് പറയുന്നത് അവിടെ ഇന്നലെ മന്ത്രി പറഞ്ഞ വീഴ്ച, അതായത് 14,000 സ്കൂളുകളിലേക്ക് പോയി സുരക്ഷാ അനാലിസിസ് നടത്താൻ കഴിയുമോ എന്ന ഒരു ചോദ്യം. അപ്പോൾ ഇത് പരസ്പരം പഴിചാരാതെ ഈ സിസ്റ്റത്തിൻ്റെ അപാകതകളെ തിരുത്തി ഇനി ഒരു മിഥുൻ ഉണ്ടാകാതിരിക്കാൻ ഉള്ള നിലപാട് സ്വീകരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ആ ലൈൻ താഴ്ന്നു കിടന്നത് ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ പോയതിൻ്റെ വിഷമം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് തന്നെ പറയുകയാണ്. ഈ സ്കൂൾ ഒരു സമാന്തര സംവിധാനമായി, ഒരു പരമാധികാര കേന്ദ്രമായി, എന്ത് ചെയ്താലും ഇപ്പോൾ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയില്ല എങ്കിലും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ സുരക്ഷാ മോണിറ്ററിംഗ് കമ്മിറ്റികൾ കൂടിയില്ലെങ്കിലും അല്ലെങ്കിൽ സുരക്ഷാ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ KSEB ഉദ്യോഗസ്ഥർ ഇൻസുലേഷൻ കേബിളുകൾ ഉപയോഗിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടും മറ്റ് ഭൗതിക സാഹചര്യങ്ങളുടെ പറഞ്ഞ 1980 പണിഞ്ഞ മൂത്രപ്പുരയാണ് ഇപ്പോഴും ഈ സ്കൂളിലുള്ളത്. ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങി അധ്യാപക നിയമനം നടത്തുന്ന ഈ സ്കൂൾ മാനേജ്മെൻറ്റിന് ഒരു നല്ല മൂത്രപ്പുര ഈ ബോയ്സ് ഹൈ സ്കൂളിന് ഉണ്ടാക്കുവാൻ പോലും കഴിയാത്തൊരു മാനേജ്മെൻറ്റാണ്. അവരാണ് പറയുന്നത് മറ്റു പൊതുപ്രവർത്തകർ, മറ്റ് CPM ഇതര പാർട്ടിയിലുള്ളവർ വന്ന് എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്നാണ് ഇപ്പോൾ മാനേജർ അടക്കമുള്ള ആളുകൾ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു പറയുന്നത്. സത്യത്തിൽ ഒരു സമാന്തര പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഒരു ചാനൽ ചർച്ചയെന്ന് പറയുകയുണ്ടായി. ഈ ഗ്രാമപഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പോലും ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിപ്പിക്കാറില്ല. ഒരു MP പറയുകയാണ് 20 വർഷം ഞാൻ ഈ നിയോജക മണ്ഡലത്തിലെ പാർലമെൻറ്റ് അംഗമാണ്, എന്നെ ഒരു പരിപാടിക്ക് ഈ 20 വർഷങ്ങൾക്കിടയിൽ ഒരു പരിപാടിക്ക് പോലും എന്നെ ഈ സ്കൂളിൽ കയറ്റിയിട്ടില്ല എന്ന് പരസ്യമായി വന്ന് ഒരു ചാനൽ ഫ്ലോറിൽ വന്ന് MP പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ ആ സ്കൂളിൻ്റെ പ്രവർത്തന ശൈലി നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. പിന്നെ ഇവിടെ മറ്റ് പ്രാദേശികമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ കുഞ്ഞിന് ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് ഈ സ്ഥലം അന്ന് സന്ദർശിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ 3 ലക്ഷം സത്യത്തിൽ ഇവിടെ സിസ്റ്റം ഫെയിലിയർ ആകുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് ചിലവാക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. ഫിറ്റ്നസ്ലെസ് സർക്കാരായി നമ്മുടെ സർക്കാർ മാറുകയാണ്. ഫിറ്റ്നസ് നഷ്ടപ്പെട്ട ഒരു സർക്കാരായി നമ്മുടെ സർക്കാർ മാറുകയാണ്. ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ വന്ന് കേവലം സങ്കുചിതമായ രാഷ്ട്രീയ കോലാഹലം ഉണ്ടാക്കുകയല്ല ഞങ്ങളൊന്നും. കലാവാഹനത്തിന് ശ്രമിക്കുന്നവരല്ല ഞങ്ങൾ. സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള സ്കൂളിലെ കെട്ടിടങ്ങളൊക്കെ അധ്യയന യോഗ്യമാണെന്ന് ഉല്ലാസിന് ഉറപ്പുണ്ടോ? ഉറപ്പില്ല. പഴയ കെട്ടിടങ്ങൾ 70 വർഷങ്ങൾ പിന്നിട്ട കെട്ടിടങ്ങളുണ്ട്, 50 വർഷങ്ങൾ പിന്നിട്ട കെട്ടിടങ്ങളുണ്ട്, ഓടിട്ട പഴയ കെട്ടിടങ്ങൾ. അതായത് ഈ അനധികൃത നിർമ്മിതി എന്ന് പറയുന്ന ഈ തകര ഷീറ്റും സ്ക്വയർ ട്യൂബും മാത്രം ചേർന്ന് ഈ ഊഞ്ഞാല് പോലെ താഴേക്ക് വന്ന ഇലക്ട്രിക് ലൈനിൻ്റെ കീഴിൽ ഇവർ അനധികൃതമായി ഒരാളുടെയും അനുവാദമില്ലാതെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയും അനുമതിയില്ലാതെ അനധികൃതമായി നിർമ്മിച്ച ഈ മരണത്തിന് കാരണമായ ഈ സൈക്കിൾ ഷെഡ് പണിഞ്ഞത് തന്നെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ KSEBയുടെ ഒരുപാട് നൂലാമാലകളുണ്ടല്ലോ. ഒരു സാധാരണക്കാരൻ ലൈഫ് ഭവന പദ്ധതിയിൽ വന്ന് ഒരു വീട് വെക്കണമെങ്കിൽ KSEB എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് വെക്കുന്നത് ഒരു ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട്. ഇവിടെ സമീപത്തുള്ള ഇതേ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗേൾസ് ഹൈസ്കൂളിലേക്കും തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്കും മാത്രമുള്ള കളക്ഷനാണ് ഈ പോകുന്നത്. 3 ഹൈടെൻഷൻ ലൈനുകളാണ് പോകുന്നത്. 1 K-ഫോണിൻ്റെ കണക്ഷനാണ്. അങ്ങനെ 4 ലൈനുകളാണ് പാസ് ചെയ്യുന്നത്. ഇത് താഴേക്ക് ഊഞ്ഞാല് പോലെ വന്നിട്ടും
ഇതൊന്ന് ഉയർത്തിക്കെട്ടണമെന്ന്, അല്ലെങ്കിൽ ഇതിനൊരു ഇൻസുലേഷൻ കേബിൾ ഉണ്ടാകണമെന്ന് KSEB നിഷ്കർഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ അനാസ്ഥയിൽ നിന്നും ഒഴിവാവാൻ വേണ്ടി വെള്ളപൂശുന്ന മാനേജ്മെന്റ് ഈ ജൂലൈയിൽ നടന്നു എന്ന് പറയപ്പെടുന്ന സുരക്ഷാ അവലോകന മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് പുറത്തു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അത് പുറത്തു വിടാൻ ഈ മാനേജ്മെന്റ് തയ്യാറാണോ? ഇവിടെ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപൂർണമായ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി സ്കൂളാണ്. അതുകൊണ്ട് ഈ മാനേജ്മെൻറ്റിൻ്റെ മാനേജർ എന്ന് പറയുന്ന മാന്യദേഹം മൈനാഗപ്പള്ളി കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. ഇതിൻ്റെ ഭരണസമിതിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് തേവലക്കര കിഴക്ക് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. ഇതിൻ്റെ ലീഡിംഗ് സംസ്ഥാന കമ്മിറ്റി അംഗം ആയിട്ടുള്ള PKSൻ്റെ സംസ്ഥാന ഭാരവാഹി കൂടിയിട്ടുള്ള ബഹുമാനപ്പെട്ട മുൻ MP ശ്രീ K സോമപ്രസാദ് അവർകളാണ്. ഇവിടെ സ്വകാര്യ മേഖലയിൽ സംവരണം വേണമെന്ന് പറഞ്ഞ് PKSൻ്റെ ജാഥ നടത്താൻ തയ്യാറെടുക്കുന്ന ശ്രീ K സോമപ്രസാദ് ഈ സ്കൂളിൽ ഭിന്നശേഷിക്കാരെ നിയമിക്കുന്ന കാര്യത്തിൽ സംവരണ മാനദണ്ഡം പാലിക്കുന്നുണ്ടോ? റിസർവേഷൻ SC ST റിസർവേഷൻ പാലിക്കുക, ഈ നിയമനം നടത്താൻ ഈ സ്കൂളിൽ, പാർട്ടി സ്കൂളിൽ നടക്കാൻ കഴിയാത്ത ആളാണ് PKSൻ്റെ സംസ്ഥാന ജാഥയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ സ്കൂളിൻ്റെ നടത്തിപ്പിനെ സംബന്ധിച്ച് CPM ഇതര കക്ഷികൾക്കുണ്ട്, CPIക്കുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെ മറ്റൊരു കക്ഷികളെയും ഈ ഭരണസമിതിയിൽ ഉൾപ്പെടുത്തില്ല. അതൊരു മറ്റൊരു സമാന്തര അധികാര കേന്ദ്രമായി പറയാൻ അദ്ദേഹം ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം വന്നതിന് ശേഷം ഈ മാനേജ്മെന്റിന്റെ വെള്ളപൂശി ഈ അപകടത്തിൽ നിന്നും KSEBയെയും സ്കൂളിനെയും രക്ഷപ്പെടുത്താനുള്ള പരസ്യമായ ഒരു പത്രസമ്മേളനം നടത്തി. മാധ്യമ സുഹൃത്തുക്കൾ ഇത് കേട്ടപ്പോൾ തന്നെ പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ നിലപാടിനെ ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിനെ ഇഗ്നോർ ചെയ്യുക, മറ്റിതര തദ്ദേശ സ്ഥാപനങ്ങളെ ഇഗ്നോർ ചെയ്യുക എന്നുള്ള ഒരു പതിവ് ശൈലി തന്നെയാണ് KSEB നിർദ്ദേശിച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ കാലവിളംബം ഉണ്ടാക്കിക്കൊണ്ട് ഈ മാനേജ്മെന്റ് യഥാർത്ഥത്തിൽ ഈ കുരുന്നുബാലന്റെ ജീവനെടുക്കുന്ന അവസ്ഥയുണ്ടായിട്ടുള്ളത്. അതെ, ഈ സത്യത്തിൽ ഒഴിവാക്കപ്പെടാമായിരുന്ന ഒരു മരണമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? പൂർണ്ണമായി നമുക്ക് ഈ വിഷയത്തെ സമീപിച്ചാൽ നമുക്ക് കക്ഷി രാഷ്ട്രീയ പൊതുവിദ്യാലയങ്ങളിൽ, അതായത് സർക്കാർ വിദ്യാലയങ്ങളുടെ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ കിഫ്ബി വഴി ധാരാളം ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ട്. ശരി, ശ്രീ ഷാജർ ഖാൻ, പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം കിഫ്ബി വഴി പൊതുവിദ്യാലയങ്ങളുടെ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ധാരാളം ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ട്. അതിന്റെ മാറ്റങ്ങൾ കാണാനുണ്ട്. സർക്കാർ വിദ്യാലയങ്ങളിൽ പുതിയ കെട്ടിടങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൽ ധാരാളമായി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സർക്കാർ. പക്ഷേ എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ ഈ സർക്കാരിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. അതിനാണോ നമ്മൾ ഈ സിസ്റ്റം എന്ന് പറയുന്നത്? അല്ല അജീബ്, അത് ഞാൻ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയാം. അതായത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിക്കുമ്പോൾ 1000 സ്കൂളുകൾ തിരഞ്ഞെടുത്ത് ആ സ്കൂളുകളിലെ ഇൻഫ്രാസ്ട്രക്ചർ ശക്തിപ്പെടുത്താൻ ആവശ്യമായ ഫണ്ട് അനുവദിക്കുക എന്നൊരു ലൈനാണല്ലോ എടുത്തത്. മറിച്ച് എല്ലാ സ്കൂളുകൾക്കും അല്ല, എല്ലാ സ്കൂളുകൾക്കും അവിടുത്തെ എന്താ പറയാ PTA ഫണ്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ നാട്ടിൽ നിന്ന് നാട്ടുകാരുടെ സഹായത്തോടു കൂടി കളക്ട് ചെയ്യുന്ന ഫണ്ടിനെ അടിസ്ഥാനപ്പെടുത്തിയൊക്കെയാണ് പല സ്കൂളുകളിലും പോകുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഉച്ചക്കഞ്ഞി പോലും കൊടുക്കാൻ കഴിയാത്ത ആയിരക്കണക്കിന് സ്കൂളുകൾ ഇപ്പോഴുമുണ്ട്. അപ്പൊ നമ്മൾ ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഒരു ഭാഗമാണല്ലോ ഈ ഭൗതിക സാഹചര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ. അങ്ങനെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ യഥാർത്ഥത്തിൽ ഫണ്ട് അനുവദിക്കുന്നില്ല സർക്കാർ എന്നതാണ് യാഥാർത്ഥ്യം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തെ പറ്റി പ്രസംഗിക്കും, പക്ഷേ അത് കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ അതിനാവശ്യമായ കാര്യങ്ങൾ അതത് സ്കൂളുകാർ ചെയ്യണം എന്നതാണ് സ്ഥിതി. അത് എയ്ഡഡ് സ്കൂളിനെ സംബന്ധിച്ചും അതെ. ചില എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾക്ക് ഫണ്ടുണ്ട്, അവർക്ക് ആ ഫണ്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഭൂരിപക്ഷം എയ്ഡഡ് സ്കൂളുകളുടെ സ്ഥിതി അല്ല. സർക്കാർ സ്കൂളും എയ്ഡഡ് സ്കൂളുകളും നേരിടുന്ന ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി യഥാർത്ഥത്തിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ സംബന്ധിച്ചുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണണം. അപ്പൊ അത് പരിഹരിക്കാതെ നമുക്ക് ഈ പ്രശ്നത്തിന്റെ മൂലകാരണം പരിഹരിക്കാനാവില്ല. മൂലകാരണമാണല്ലോ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഇപ്പൊ ഇൻസെൻസിറ്റീവ് ആണെന്ന് പറയും. ഇപ്പൊ മന്ത്രി ചിഞ്ചു റാണി പോയി സൂംബ ഡാൻസ് നടത്തുന്നു. സൂംബ ഡാൻസ് നടത്തിയതിനു ശേഷം പിന്നീട് വന്നിട്ട് പറയുന്നു, അവര് ആ ഡാൻസിന് ശേഷം പറയുന്നു ഗവൺമെന്റിന്റെ CPIയുടെ നിർദ്ദേശപ്രകാരം, പാർട്ടി നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് പറയുന്നത്. എന്ത് പറയുന്നു? ഈ പറയുന്ന ഇന്നിപ്പോ മാറ്റി പറയുന്നു, അല്പം ടോണൊന്ന് വ്യത്യാസപ്പെടുത്തുന്നു. പക്ഷെ ഒറിജിനലി അവർക്ക് അങ്ങനെ പറയാനുണ്ടായിരുന്നില്ല. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പൊ യഥാർത്ഥത്തിൽ സെൻസിറ്റീവ് അല്ല എന്നതാണ്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റും ഗവൺമെന്റിനെ റൺ ചെയ്യുന്നവരും സെൻസിറ്റീവ് അല്ല എന്നതാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം. അപ്പൊ അതുകൊണ്ട്
അത്തരം കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാക്കാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യത്വമുള്ള പിന്നെ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന അതിന്റെ ഉത്തരവാദിത്വ ബോധമുള്ള ഇപ്പൊ ഈ നിരുത്തരവാദപരമായിട്ട് പെരുമാറുന്നു എന്നുള്ളതാണല്ലോ. അത് എല്ലാ തട്ടിലുമുണ്ട്. അത് KCB ആകട്ടെ, പഞ്ചായത്താകട്ടെ, വിദ്യാഭ്യാസ വകുപ്പാകട്ടെ, മന്ത്രിയാകട്ടെ, മന്ത്രിമാരാകട്ടെ, സ്കൂൾ മാനേജ്മെന്റ് ആകട്ടെ, ആ മാനേജ്മെന്റിനെ റൺ ചെയ്യുന്ന പൊളിറ്റിക്കൽ ഫോഴ്സ് ആകട്ടെ, ഇവരെല്ലാവരും ഇൻസെൻസിറ്റീവാണ്. അവിടെ രാഷ്ട്രീയ പാർട്ടിക്കാരെ സ്കൂളിൽ കയറ്റണോ വേണ്ടയോ, MBA ക്ഷണിച്ചോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അത്ര പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊക്കെ സെക്കൻഡറി ഇഷ്യൂസ് മാത്രമാണ്. അതല്ല പ്രധാനപ്പെട്ട കാര്യം. നിസ്സാര കാര്യം എന്ന് പറയുന്നത് ഒരു സ്കൂൾ സിസ്റ്റം, ഒരു സ്കൂൾ റൺ ചെയ്യാൻ ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറും അവിടുത്തെ സംവിധാനങ്ങളും അധ്യാപക നിയമനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ ആ സ്കൂൾ മാനേജ്മെന്റിന് കഴിയുന്നുണ്ടോ, വിദ്യാഭ്യാസ വകുപ്പിന് കഴിയുന്നുണ്ടോ എന്നതാണ് പ്രശ്നം. പഞ്ചായത്തുകൾക്ക് വിദ്യാഭ്യാസം ഏൽപ്പിച്ചു. അപ്പോഴേ ഞങ്ങൾ പറഞ്ഞു ഒരു കാരണവശാലും ഈ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ചുമതല പഞ്ചായത്തുകൾക്ക് കൈമാറരുത്. പഞ്ചായത്ത് തല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സർക്കാരിന് നേരിട്ടുള്ള ഫണ്ടിങ്ങിൽ കുറവ് വരുത്തുക എന്നുള്ളതാണ്. അത് ആ ചുമതലയിൽ നിന്ന് ഒഴിയുന്നതാണ്. മറിച്ച് വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് ഈ പറയുന്ന സ്കൂളുകളുടെ കാര്യം നോക്കേണ്ടത്. ഇനി ഈ പറയുന്ന പാമ്പ് വരുന്നതും കെട്ടിടം ഇടിഞ്ഞു വീഴുന്നതും പിന്നെ അതുപോലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളിൽ കുറെ കൂടി ഒരു എന്താ പറയാ ഒരു സെൻസിറ്റീവ് ആയിട്ട് പെരുമാറാൻ ഷിജുഖാൻ അതിലൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ പഞ്ചായത്തുകളെ ഏൽപ്പിക്കരുതൊന്നും, അതായത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തം ഗ്രാമപഞ്ചായത്തിനാവരുത്, സ്കൂളിന്റെ കാര്യം, ഇത് ഈ ആസൂത്രണവും വികസനവും വികേന്ദ്രീകൃതമാവും നല്ലതല്ലേ? എല്ലാം ശിവൻകുട്ടി അവിടെ ഇരുന്ന് കാണണം എന്ന് പറയുന്നു. ഫണ്ട് കൊടുക്കുന്ന ഏതായാലും സർക്കാരാണല്ലോ. അതെ, അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അത് ഗവൺമെന്റ് ഒരു കേന്ദ്രീകൃതമായ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അവരെടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പൊ അതിനുള്ള സമീപനം, പൊതുവിദ്യാലയങ്ങളോടുള്ള ഗവൺമെന്റിന്റെ സമീപനമാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശരി, എന്തായാലും ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ധാരാളമായി തുടർച്ചയായി ഉണ്ടാകുന്നു എന്നുള്ളത് ഭരണകൂടത്തെ ചിന്തിപ്പിക്കേണ്ടതാണ്. സമൂലമായ മാറ്റം, കേവലമായ ബാൻഡേജ് പരിഹാരങ്ങളല്ല, സമൂലമായ മാറ്റം വരാൻ ഉതകുന്ന രീതിയിലുള്ള ചർച്ചകൾ ഒരു ജനാധിപത്യ സമൂഹം എന്ന നിലയിൽ നമുക്കിടയിൽ ഉണ്ടാവുകയും വേണം. വളരെ നന്ദി ശ്രീ ആർഷോ, ജിൻഡോ, ഉല്ലാസ്, ഷാജർ ഖാൻ ഇത്രയും സംസാരിച്ചവരുടെ